ഹലോ ഗായ്സ്, സി വി ഗെയിമിംഗ് ഹിയർ. ആൻഡ് വീടൊക്കെ ഒരുപാട് മാറി. വീട് ഞാൻ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആൻഡ് റൂഫ് നോക്ക്. അയ്യാ, ഇവനെ പണിയാൻ ചില്ലറ പണിയൊന്നും നല്ല ഉണ്ടായി. ഈ റൂഫ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആധാരം ഇവിടെ ചില്ലെല്ലാം വെച്ചു. ആൻഡ് ഇതാ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ്. ഇത് പിന്നെ ഷോക്ക് വെച്ചാണ്ട് ഇത് തുറക്കാൻ കഴിയില്ല, മുകളിൽ ബ്ലോക്കില്ലോണ്ട്. ആൻഡ് ഇവിടെ ബാരൽ ഞാൻ സെറ്റാക്കി. വേറെ പറയുകയാണെങ്കിൽ ഞാനിത് ഇവിടെ സ്മോക്കർ ഫർണസ് സെറ്റാക്കി. ആൻഡ് എൻ്റെ 2 ബെഡ് ഞാൻ അടുപ്പിച്ച് വെച്ചു. പിന്നെ ഭാവിയിലേക്കുള്ള പടികൾ ഞാൻ ഇവിടെ സെറ്റാക്കി. മുകളിൽ എന്തായാലും നമുക്ക് എടുക്കാം. ആൻഡ് പിന്നെ ഇവിടെ ഞാൻ സോർട്ട് ചെയ്ത് വെച്ചു. ഇത് നേച്ചറിൽ വെക്കുന്ന സാധനങ്ങൾ. ആൻഡ് ഇത് നമ്മളെ മൈൻഡിൽ നിന്ന് കിട്ടുന്ന ബ്ലോക്ക്. ഇത് നമ്മളൊരു ഷോക്ക് വെച്ചിട്ട്. ആൻഡ് ഇത് എനിക്കൊന്ന് ഫുഡാണ് ഞാൻ വെച്ചത്. പിന്നെ കുറച്ചെടുക്കാം, കൈ പിടിച്ചേക്കാം. ഞാൻ ഫുഡ് വെച്ചു. ആൻഡ് ഇവിടെ സീഡ്. പിന്നെ ഇവിടെ നമ്മളെ മോബിനെ എല്ലാം കൊല്ലുമ്പം കിട്ടുന്ന അവിടെ നമ്മളെ മോബ്സിനെ എല്ലാം കൊല്ലുമ്പം കിട്ടുന്ന വേസ്റ്റ് ആണ് സംഭവം. ആൻഡ് പിന്നെ ഞാൻ മാറ്റം മനസ്സിലായി. ഇവിടെ ഒരു അക്കേഷ്യ മരം നട്ടിച്ചിട്ട് വളരില്ല. ഇവിടെ ബ്ലോക്കിലുണ്ട്. ഇവിടെ ഒരു അക്കേഷ്യ മരം നട്ടു വെച്ചിട്ടുണ്ട്. ആൻഡ് ഓക്കെ, സെറ്റായി. രാത്രിയാവുന്നുണ്ട്. ഏതായാലും ഞാൻ ഇതെല്ലാം ഇവിടുത്തെ ഏകദേശം വില്ലേജറിലൊന്ന് മുടിപ്പിച്ചിട്ട് ആ രാത്രി ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ശുഭരാത്രി. രാവിലെയായി. ആൻഡ് ആൾക്കാർ അവിടെ ചാവുന്നുണ്ടാവും. വേണ്ടിക്ക് നമ്മൾ ബാക്കിലോട്ട് വയ്ക്കാൻ വേണ്ടി ഇല്ല, ഭാഗ്യമില്ല. ഒരു സെക്കൻഡ്. ഓക്കെ, അത്രയും അങ്ങ് മുടിപ്പിച്ചിട്ടുണ്ടാക്കിയപ്പോ ഇത് പറയാൻ പറ്റുമോ? അല്ല, ഇത് ഞാൻ വാല്യുബിൾസ് ഒക്കെ കുറച്ചുണ്ടായിരുന്നല്ലേ. അതും കൂടി കൊണ്ടുവരാം. 2 സ്റ്റാക്കും 2 സ്റ്റാക്കും 46 ആയിട്ടുണ്ട്. നമ്മളെ ഫുഡിന്റെ കാര്യം. പിന്നെ ക്യാരറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അത് അപ്പോൾ എല്ലാവർക്കും അറിയില്ല. അത് ഗോൾഡൻ ക്യാരറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റാക്ക് 55 ഉണ്ട്. അതിൽ 55 മാത്രം നമുക്ക് എടുത്ത് കൈ പിടിച്ചേക്കാം. പിന്നെ സീഡ് കിട്ടിയിട്ടുണ്ട്. പൊട്ടിക്കുമ്പോൾ മേലുണ്ട്, ഇവിടെ കൊത്തിയേക്കാം. ആൻഡ് പിന്നെ ടോർച്ച്. നമുക്ക് മെല്ലനെ മുകളിലേക്കില്ല പണിയൊന്ന് സെറ്റാക്കായിരുന്നു. പക്ഷേ അല്ല, നമുക്ക് ആദ്യം ബേസിക് ആർമർ ആൻഡ് ടൂൾസ് ആവായിരുന്നു അല്ലേ. നോക്കട്ടെ, സെക്കൻഡ് വെയിറ്റ് കറോ. നമുക്ക് ഇവിടെ ഗ്ലാസ് വെക്കാം തൽക്കാലം. പെർമനന്റ് അല്ല, തൽക്കാലം ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കത് എങ്ങോട്ട് കുത്തി വെക്കാം. ഇങ്ങനെ വരുമ്പോ ബോർഡർ വരും. അത് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. ഇതെല്ലാം കണ്ട, ഇത് നമ്മള് ഗ്ലാസ് ബ്ലോക്കാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. ഇത് ഗ്ലാസ് പെയിനാണ്. പിന്നെ അത് ഇനി പൊട്ടിച്ചാൽ തിരിച്ച് കയ്യിലേക്ക് വരില്ല എന്നുള്ളൊരു വേറൊരു പ്രശ്നം. നമുക്ക് ബേസിക് ടൂൾസ് ആൻഡ് ആർമർ ആവാൻ ഒരു വഴിയുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരു ഗെയിം ഉണ്ടാവും. അപ്പൊ നമ്മളെ ഷോർട്സിലെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയായിരിക്കും. നമ്മള് വന്ന ദിവസം തന്നെ ഒരു കുതിരേനെ ടേം ചെയ്തിരുന്നത്. ഞാൻ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിട്ടാ. ഞാൻ ഷോർട്ട് ആക്കിയിട്ട് ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഈ കുതിര ഏതോ വില്ലേജറെ കുതിരയാന്നല്ലേ. ഇനി നമ്മൾ സ്കി കൊണ്ട് പോക്കണ്ട. പിന്നെ നമുക്ക് ഇവിടെ ആരും നമ്മളെ എതിർക്കാനോ ചോദിക്കാനോ പറയാനോ ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇത് പൊട്ടി വരുമ്പോഴേക്ക് നാളെ ആവല്ലേ ഈശ്വര. ഫെൻസിന് ഇത്രയും കട്ടിയുണ്ട. കോബിൾ സ്റ്റോൺ വരെ ഇതിനെ കാട്ടി മേൻ പൊട്ടല്ല. അല്ല, കുതിര ചബേ ഒരു കാര്യം ഇവന്റെ പറഞ്ഞാൽ നമ്മളെ കാണൂല അല്ലേ. വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ എവിടെങ്കിലും എൻ്റെ അമ്മേ നമ്മളെ വില്ലേജ് നമുക്ക് മിസ്സായി പോവാണ്ട് ഇവിടെ എവിടെങ്കിലും കേവ് ഉണ്ടോ നോക്കാം. എൻ്റെ അതിന് മുന്നേ എനക്കില്ലേ കുറച്ച് ഓക്കിന്റെ വുഡ് വേണമായിരുന്നു. ഓക്ക് ഞാൻ ഇതുവരെ മുറിച്ചിന്. ഫസ്റ്റ് തന്നെ ഞാൻ ഓക്കാണ് എടുത്തത്, ഞാൻ മറന്നുപോയി. ബ്രിച്ച് എനക്ക് വേണമായിരുന്നു. ബ്രിച്ച് ഞാൻ എടുത്തിട്ടില്ല. ബ്രിച്ചിനെ കൊണ്ട് നമുക്ക് മുകളിൽ ഉണ്ടാക്കാം. എൻ്റെ വീട് എവിടെ?
ആടാ ഇവിടെ നോക്കിയാൽ കാണൂല അല്ലേ. നമുക്ക് ബ്രിഡ്ജിനെ കൊണ്ട് ഉണ്ടാക്കാം. ബ്രിഡ്ജ് കുറച്ചും കൂടിയും നല്ല രസമാണ്. അത് ഇല്ലേ നമ്മള് അത് മറ്റേ ആക്സിനെ കൊണ്ട് ഞെക്കുമ്പോൾ ടിൽറ്റേ അങ്ങനെ അല്ല സോറി അങ്ങനെ എന്തോ ഒരു ചെയ്യില്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമാണ് ബ്രിഡ്ജ് കാണാൻ. നമ്മളെ കുതിര ഓടി പോവാ. എടാ ഞാനിന്നലെ ഒരു അയണിന്റെ ആക്സ് ക്രാഫ്റ്റ് ചെയ്തിരുന്നടാ, അത് ഞാൻ പൊട്ടിച്ച്. മരം മുറിച്ച് ഞാൻ പൊട്ടിച്ച്. കുതിര മോനെ ഓ അവരങ്ങ് ആടെ എത്തിടാ. കുതിര വാ 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 എടാ വന്നു. ആർമണ്ടിയിലോനെ തല്ലു പിടിക്കുവൻ ഉള്ളടാ. വാ ഇതില്ലല്ലേ കറക്റ്റ് നമ്മളെ വീടിന്റെ കറക്റ്റ് പൊസിഷൻ തന്നെ. പിന്നെ നമുക്ക് ഒരു ലീഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവൻ അതിൻ്റെ ഉള്ളിലേക്ക് പാർക്ക് ചെയ്യായിരുന്നു അല്ലേ. ടിബിന്റെ മേത്ത് കയറിക്കൊണ്ട് നിന്നിട്ട് ഈ ഡോർ ഓർക്കാൻ കഴിയാ. ഇവിടെ കഴിയടാ. പക്ഷെ ഇവൻ വരുത്തില്ല അല്ലേ. കുതിര ഇറങ്ങി വാ വാ അവനെ വാ ഇതാ പോന്നു. ഡേടാ കുരുത്തം കെട്ടവനെ. അവൻ കറങ്ങി നടന്നോളും. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് നേരെ കുറച്ച് പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫെൻസ് കയറ്റി വെക്കാം. അങ്ങനെ ഉണ്ടായിട്ടാ അത് മതി. അപ്പൊ ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണ്ടല്ല. അത്രയാണ് എഡിറ്റിങ് ട്രിം കളയല്ല അതിൻ്റെ എല്ലാം പണി വെറുതെ കിട്ടും. ഞാനിവിടെ ഫെൻസും കെട്ടിയിട്ടെല്ലാം സെറ്റായിട്ട് നേടാ. ചെറുതായിട്ട് പണി പാളിയ സംശയം. നമ്മളെ കുതിരനെ കാണുന്നില്ല. ഈശ്വരായ ഇവൻ ഏത് പാതാളത്ത് പോയി തപ്പാനാണ്. വല്ല കടലിലങ്ങാറ്റം വീണ് ചത്താടാ. ഇത് ഇവിടെയൊന്നും കാണുന്നില്ല കേട്ടാ. വെറുതെ ഒരു സൈഡിൽ കൊണ്ട് തെളിച്ച്. പിന്നെ നമ്മക്കിപ്പം മൈൻക്രാഫ്റ്റില് സൈഡിൽ ക്രാഫ്റ്റ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ പണ്ട് ഏറ്റവും റയറസ്റ്റ് സാധനത്തിലൊന്നായിരുന്നു സൈഡിൽ. എല്ലാവർക്കും അറിയായിരിക്കും പണ്ടേ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. നമുക്കിങ്ങനെ ഡെസേർട്ടിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ചില സമയം റയറസ്റ്റ് ആയിട്ട് റൂയിൻ്റെ ബോട്ടലിൽ സ്പോൺ ആവുന്നെല്ലാം പറയലുണ്ടായിരുന്നു. അറിയത്തില്ല നമ്മളെ കുതിര അല്ലടാ. അവനെവിടെയാ പോയി? ഇതല്ലേ കള്ളപ്പന്നി. റൈറ്റ്. എൻ്റെ അമ്മ ഇവര് നല്ല സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് സ്പീഡ് ഇത്രയും സ്പീഡ് വേണ്ട. ഇനി അടിച്ചു പൊട്ടിക്കണം. വേമ്പട്ട് അവന് ഇവനത് കറക്റ്റ് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ആവുന്ന രീതിയിൽ ഇവനെ പാർക്ക് ചെയ്തിട്ട് വേഗം ഓക്കെ ഇതങ്ങ് ക്ലോസ് ചെയ്താൽ മതി. അടി ഇവന് ഇതിൻ്റെ മുകളിൽ ചാടി പോകാൻ കഴിയടാ. മറ്റൊരു കുറച്ച് വെറൈറ്റി ഡിസൈൻ പോലെ ഇതും ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ അവൻ അവിടെ ലോക്ക് ആയിട്ടുണ്ട് ഗായ്സ്. ആൻഡ് നമുക്കിനി എൻ്റെ അടുക്ക പ്ലാങ്കും ഉണ്ടല്ലോ. എന്നാൽ പിന്നെ ഞാനൊരു ആക്സ് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാം. വിശക്കുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ ആക്സായി കുറച്ച് റിച്ചിൻ്റെ ലോഗോ ഒപ്പിച്ചിട്ട് മുകളത്തെ പ്ലാൻ നമുക്ക് ഇന്ന് തന്നെ വരക്കാൻ നോക്കാം. നോക്കിട്ട് ഒരു മരം പൊട്ടിച്ച് കംപ്ലീറ്റ് ആക്കി. രണ്ടാമത്തെ മരവും കഴിഞ്ഞു. 3 കഴിഞ്ഞു. വെറൈറ്റി പിടിച്ചോ താഴേക്ക് വയ്ക്കാം. അതാ പിന്നെ സിമ്പിൾ. നമുക്ക് ഇപ്പം തന്നെ ഒന്ന് പ്ലാൻ വരച്ച് വെക്കായിരുന്നു. അതിൻ്റെ ആക്സിൻ്റെ പണി ഏകദേശം തീരാനായി. അതൊന്ന് അങ്ങനെ ഇങ്ങനെ സംഭവം നേരെ വീട്ടിലേക്ക് പോകുന്നത് നിങ്ങൾ കാണും. ഞാൻ പിന്നെ ആക്സിനെ കൊണ്ട് തന്നെ മതി. ഇപ്പൊ മരത്തുനിന്ന് സ്റ്റിക്കും കിട്ടും. അത് വേറെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മൾ ഈ പാലം നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇത് വില്ലേജറായിട്ട് എന്താ വെച്ചാണ് നമ്മളെ പേര് നമ്മൾ ക്രെഡിറ്റ് എടുത്ത് നമ്മൾ ഇത് കുറച്ച് റിസ്ക് ആണ്. ഇത് പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞാടാ. ഒരു കാര്യം ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ തുള്ളി എന്നിട്ട് വേഗം നെഞ്ച് കയറി എന്നിട്ട് വേഗം ഓടി
ഇതാണ് പിന്നെ സിമ്പിള്. അവിടെ ഇവനൊരു പേര് നിങ്ങൾ കമന്റ് ചെയ്യട്ടാ. ഒരു സെക്കൻഡ്. വേറൊരു പ്രശ്നണ്ടാ. ഈ ലെമൺ തിന്നാൽ അത്ര ഹങ്കർ കുറയും ചെയ്യില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. അഗൈൻ കുറച്ച് പണിയുണ്ട്. ഞാൻ വീട്ടിന്റെ മുകളിലൊന്ന് ഫുള്ളൊന്നൊരു ബൗണ്ടറി പോലെ വരച്ച് വെച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ ബിൽഡ് ചെയ്ത് ഇങ്ങനെ ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോ വിചാരിച്ചിട്ടുണ്ട് ഇവനെന്ത് ഭ്രാന്തായി കാണിച്ചു കൂട്ടുന്നതിന്. എല്ലാം തിരിയും തമ്പി, നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാൻഡ് കുറച്ച് മൈൻഡ് ചെയ്യാം. ഇപ്പൊ സാൻഡിന്റെ കുറച്ച് അത്യാവശ്യമുണ്ട്. വേറെ 3 എക്സങ്ങാറ്റം വേണ്ടി വന്നു ഇത് ഫുള്ളൊന്ന് മൈൻഡ് ചെയ്തെടുക്കാൻ. സ്ഥലം മാറിപ്പോയി. കോള് ഞാൻ എയിലും ഇട്ട് വെച്ചില്ലേ ഫർണസില്. അയ്യാ മണ്ടത്തരം. ഓ ഇല്ല പുറത്തേക്ക് വന്നിട്ട് ജസ്റ്റ് ഇതൊരു മണ്ടത്തരമായോ. ഇത് പുറ സൈഡ് ഇല്ലടാ. ഇത് നമുക്ക് കിട്ടിയത് കുഴപ്പമില്ലടാ. ഇത് പുറത്തേക്ക് വരും. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ ഒരു ഫിറ്റിംഗ്സ് നമുക്ക് അവിടെ ഒറ്റ സെക്കൻഡ് ആൻഡ് അഗൈൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് തൽക്കാലം സെറ്റപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതാ അവിടെ നമ്മളെ ഡോർ വരും, ഇവിടെ 2 വിൻഡോ വരും, അങ്ങനെയുള്ള സെറ്റപ്പിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ആൻഡ് വീഡിയോക്ക് 12-13 മിനിറ്റത്തെ ലോങ് ഉണ്ടാവും. ആൻഡ് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞേക്കുന്നു. ബൈ ബൈ.